ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാവട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം പവർ ടു എംപവറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സന്തോഷമാണോ? പരിശുദ്ധാത്മാവിനെ പ്രാപിപ്പാൻ തക്കവിധം കാത്തിരിപ്പിൻ്റെ 4-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. 2024 മെയ് മാസം 13-ാം തീയതി തിങ്കളാഴ്ച. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ദിവസം ഒരു നിമിഷം പോലും നമുക്ക് അലസത കൂടാതെ, അലസത ഉണ്ടാവാത്ത വിധത്തിൽ നമുക്ക് നന്നായിട്ട് ഏറെ തീക്ഷ്ണതയോടെ ഈ മണിക്കൂറുകൾ, ഈ ദിവസം പ്രയോജനപ്പെടുത്തി ദൈവവിചാരത്തോടെ പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയക്കുവാൻ തക്കവിധം, പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് കടന്നു വരുവാൻ തക്കവിധം റോമാലേഖനം 5-ാം അധ്യായം 5-ാം തിരുവചനം, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അതായിരിക്കട്ടെ ഇന്നത്തെ ധ്യാന ചിന്ത. ഒന്ന് ചേർന്ന് പറയാം. റോമർ 5-ാം അധ്യായം 5-ാം തിരുവചനം, ദൈവസ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവസ്നേഹം ഇല്ലാത്തത്, അതിൻ്റെ വറ്റിവരേണ്ട അനുഭവം നമുക്കെല്ലാവർക്കും ഒത്തിരി ഉണ്ട്. കാരണം ഈ കാലഘട്ടത്തെ നമുക്കെല്ലാം എല്ലാത്തിനോടും ദേഷ്യം, അമർഷം, ഒരു പിരിമുറുക്കം, ഒന്നിലും നമ്മളൊരു സംതൃപ്തരല്ലാത്ത, തൃപ്തിയില്ലാത്ത അനുഭവത്തിൽ ആരെയും ഒന്ന് സ്നേഹിക്കാനായിട്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പുറമേ അത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല, സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അത്തരം ഒരു വരിഞ്ഞു മുറുക്കിയ ജീവിത സാഹചര്യത്തിലൂടെ നമ്മളങ്ങ് കടന്നു പോവുകയാണ്. ആയതുകൊണ്ട് ഇതിൻ്റെ കാരണം എന്തായിരുന്നു? ഇങ്ങനെ നമുക്ക് ഒന്ന് മക്കളെ സ്നേഹിക്കണമെന്നുണ്ട്, ജീവിത പങ്കാളിയെ സ്നേഹിക്കണമെന്നുണ്ട്, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് അറിയാമോ? റോമർ 5:5, ദൈവത്തിൻ്റെ സ്നേഹം ഇത് നമ്മുടെ ഹൃദയങ്ങളിൽ അങ്ങ് വേരുപാകി വളരണം. അതിന് പറ്റാത്ത കാരണം എന്താണ്? സ്നേഹം ഹൃദയത്തിൽ വരാത്തതിൻ്റെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിലൂടെയാണ് സ്നേഹം ഹൃദയത്തിലേക്ക് ഒഴുകുന്നത്. അതാണ് റോമർ 5:5 നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പാപമുഖാന്തരം പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് പോകുന്നത് കൊണ്ട് നമുക്കെന്ത് സംഭവിക്കുന്നു? നമ്മുടെ സ്നേഹം നിറയേണ്ട ഹൃദയം തരിശു ഭൂമിയായി മാറ്റപ്പെട്ട് എല്ലാവരോടും വെറുപ്പ്, എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ഒരു പിരിമുറുക്കത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത തരം താണ് ആത്മീയ പാപ്പരത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തി വീഴുകയാണ്. അതുകൊണ്ട് സ്നേഹത്താൽ നിറഞ്ഞ് കവിയാൻ, സ്നേഹത്താൽ ജ്വലിക്കുവാൻ, പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിപ്പാൻ, സ്നേഹാഗ്നി ജ്വാലയായി പരിശുദ്ധാത്മാവ് സ്ലേഹന്മാരിലും പരിശുദ്ധ അമ്മയിലും പറന്നിറങ്ങിയ ആദിമ നൂറ്റാണ്ട് പോലെ നമുക്ക് 2024 ഈ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് ഹൃദയങ്ങളെ ഒരുക്കാം. പരിശുദ്ധാത്മാവിനോട് മാപ്പപേക്ഷിക്കാം. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് വ്യവസ്ഥ കൂടാതെ പരിശുദ്ധാത്മാവിൻ്റെ കാൽക്കൽ കെട്ടിപ്പിടിച്ച്, പരിശുദ്ധാത്മാവേ ക്ഷമിക്കണമേ, പരിശുദ്ധാത്മാവേ എന്നോട് കരുണയുണ്ടാകണമേ, പരിശുദ്ധാത്മാവേ ഞാൻ ചെയ്ത തെറ്റുകൾക്ക്, കുറ്റങ്ങൾക്ക് ബോധപൂർവം, മനഃപൂർവ്വം, അങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ ഏതെല്ലാം വിധത്തിൽ അറിവ് കൂടാതെ ഒക്കെ ചെയ്തു പോയ പാപങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് കെട്ടിപ്പിടിച്ച് മാപ്പപേക്ഷിച്ച് നമ്മൾ പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവേ എന്നിൽ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് സ്നേഹം അഗ്നിയായിട്ട് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകും. ഇത് ഈ ദിവസത്തെ ധ്യാന ചിന്തയാകാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ആഹ്വാനമായി കണ്ടുകൊണ്ട് ഈ വചനം ശ്രവിക്കുന്ന ഓരോ മകനും മകളും പരിശുദ്ധാത്മാവിൽ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം നേർന്നുകൊണ്ട് പ്രാർത്ഥനാപൂർവം ജയ്മോനച്ചൻ.